പണ്ടെൻ്റെ വീട്ടിൽ ഓർമ്മയുണ്ട്, ഈ പാല് ഉറയൊഴിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ഈ മത്തെന്ന് പറയുന്ന ഒരു സംഗതി ഇട്ട് ഇങ്ങനെ അരങ്ങുക എന്നാണ് അതിന് പറയുന്നത്. കടഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു തടിയുടെ മത്തുണ്ട്. അതിൻ്റെ ആ അഗ്രഭാഗമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിങ്ങനെ കൈകൊണ്ട് എൻ്റെ വാപ്പയുടെ ഉമ്മ പിന്നെ എൻ്റെ ഉമ്മയും ഒക്കെ ഇങ്ങനെ കടയുന്ന ഒരു സംഗതി ഓർമ്മയുണ്ട്. അത് കടയുമ്പോൾ അതിൻ്റെ മുകളിലേക്കൊരു പത പോലെ വരുന്നത് പ്ലാവല ഇങ്ങനെ കുമ്പിൾ കുത്തി കോരിയെടുക്കും. ഈ നൊസ്റ്റാൾജിക് ചിന്ത ഇപ്പോൾ ഓർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ PC ജോർജിനെ ഇപ്പം കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദീപിക. ആ കടയുന്നതനുസരിച്ച് അതിനകത്തുനിന്ന് വെണ്ണ വന്നുകൊണ്ടിരിക്കുകയാണ്. ദീപികയൊക്കെ എത്രയോ എഡിറ്റോറിയലുകൾ എഴുതിയതാണ് ഈ ഷോണിനെയും പിതാവിനെയും, അതുപോലെ തന്നെ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തോട് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ അവരാണ് അഭയം, കർത്താവ് കഴിഞ്ഞാൽ ഇനി കേരളത്തിന് അവരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി തകർത്ത ദീപിക. ആ ദീപിക എന്തെല്ലാം മുസ്ലിങ്ങളെ എഴുതിയിട്ടും കുഞ്ഞാലിക്കുട്ടിയോ സാദിഖ് അലി തങ്ങളോ ആരും അതിനൊന്നും മറുപടി പറയാനേ പോയില്ലെന്ന് മാത്രമല്ല, അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അപ്പൻ മുണ്ടുകുത്തി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പിന്നൊരു ചെറിയ കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. പണ്ട് ഈ ചായക്കടയിൽ കുട്ടികളുണ്ടാകാതിരിക്കാൻ തുള്ളിമരുന്നൊഴിച്ചു കൊടുക്കുന്നു എന്ന് നമ്മുടെ PC ജോർജ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒക്കെ സൂചിച്ചായിരുന്നു. ഇവനെപ്പോലെ ആരുണ്ട് എന്നൊക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു. ഇപ്പോൾ സാക്ഷാൽ അതേ PC ജോർജ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. FCRA ബില്ല് ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശങ്ക എല്ലാവർക്കും അറിയാം. അതവർ തുറന്നു പറഞ്ഞതാണ് എന്ന് മാത്രമല്ല, അപ്പനും മോനും മത്സരിച്ചപ്പോൾ 2 സ്ഥലത്തുനിന്നും 2 പേർ ജയിക്കുകയും 2 പേരിൽ ഒരാൾ സ്പീക്കറും ഒരാൾ മന്ത്രിയും ഒക്കെ ആകുന്നതൊക്കെയാണ് സ്വപ്നം കണ്ടു നിന്നത്. പക്ഷേ അടവെച്ചത് വിരിഞ്ഞില്ല, പോയി. അതിന് ചീത്ത പറയുന്നത് മുഴുവൻ KC വേണുഗോപാലിനെയാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ സഭാപിതാക്കന്മാരുമൊക്കെയായി കേന്ദ്ര നേതൃത്വം നല്ല ലൈസണിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ കാര്യങ്ങൾ കേട്ടു, അവർക്ക് മറുപടി പറഞ്ഞു. അവരൊത്തിരി സംഘപരിവാർ BJPക്കാരോട് സറണ്ടർ ചെയ്ത് ചേർന്ന് നിന്ന് നോക്കി. പക്ഷേ ആ നോക്കിയിട്ട് കാര്യമില്ല എന്ന് അവർക്ക് അവസാനം മനസ്സിലായി. അതായത് പരുന്തിനോടൊപ്പം കോഴിക്കുഞ്ഞ് സംരക്ഷണത്തിന് വേണ്ടി പരുന്തിനെ ആശ്രയിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അവർ ഈ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KC വേണുഗോപാലുമൊക്കെയായി ബന്ധപ്പെട്ടത്. ഈ ഇലക്ഷൻ അതിൻ്റെ ഒരു റിസൾട്ടുമൊക്കെ അത്തരം സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബലം കൂടിയാണ് എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. കേവല പ്രസ്താവനകളും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളും ഇവിടുത്തെ പത്രസമ്മേളനങ്ങളും മാത്രമല്ല, അതുകൊണ്ടൊന്നും കാര്യങ്ങൾ വേവണമെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിങ് നടക്കണം. യഥാർത്ഥത്തിൽ ഒന്നാം പിണറായി സർക്കാർ ആൾട്ടർനേറ്റീവായി ഗവൺമെൻറ് വരാതിരുന്നത് തന്നെ ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലുണ്ടായ ഫെയിലുവറാണ്. ഞാനിത് പറഞ്ഞത് അത് പറയാൻ വേണ്ടിയല്ല. സാക്ഷാൽ നമ്മുടെ PC അണ്ണൻ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ദീപിക എന്ന് കേട്ടാൽ എന്തും പറയും അണ്ണൻ. ദേ കേട്ടോളൂ. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. പാരിസോക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നല്ലേ, നിനക്ക് ഇതല്ല വേറെ മെത്രാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറെ കൊണ്ട കിട്ടുകാത്ത സൈസ് കൊണ്ടയൊക്കെ തോന്നും. അതൊക്കെ മേടിച്ചു, വളരെ സന്തോഷം. പിതാവിൻ്റെ ആശംസ അനുഗ്രഹിച്ചു, തല കൈവച്ച് അനുഗ്രഹിച്ചു. പോയി ദീപിക എന്നെ ആരും പാരിസോക്കറിന്റെ പത്രം അതിന്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ. സംശയമുണ്ടോ? അതെ, അങ്ങനെ 2-3 ഉള്ളത് നീ ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടു 2-3 അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് പാരിസോക്കറാണല്ലോ, പാരിസോക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുകയാണ്. പാരിസോക്കറിന്റെ ആണെന്നുള്ളത് എനിക്കറിയാമല്ലോ. അപ്പനെ വെച്ചേക്കില്ലേ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അപ്പനെ വെച്ചേക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പോലെ. ദീപികയും പാരീസ് അബൂബക്കറുമായിട്ടൊന്നും ഒരു ബന്ധമില്ലെങ്കിൽ പോലും പുള്ളിക്ക് പാരീസ് അബൂബക്കറിൻ്റെ വാപ്പായിക്ക പുള്ളി പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. ഞാൻ ഈ BJPക്കാരുടെ കാര്യം ആലോചിക്കും. പണ്ടൊക്കെ വിരലിലെണ്ണാവുന്ന കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അതിനൊരു നിലവാരം ഉണ്ടായിരുന്നു. മാരാരിയേട്ടൻ, CKP, O രാജഗോപാൽ, അവരൊക്കെ എന്തൊരു ക്വാളിറ്റി ആയിരുന്നു. അവർക്ക് ആശയങ്ങളിലോ സംഗതിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര കോമഡിയല്ലേ. ഈ പറഞ്ഞ ഒരു അച്ഛനും മോനും, പിന്നെ നമ്മുടെ ശോഭ ചേച്ചി,
പിന്നെ നമ്മുടെ ജെട്ടി സാബു. ഇന്നലെ ഒരാൾ പറയുന്നത് ഞാൻ ഇതിനകത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പേപ്പറിനകത്ത് എല്ലാം എഴുതിക്കൊണ്ട് എന്ന് അങ്ങോട്ട് കൊടുത്ത് എല്ലാം അങ്ങ് സാധിച്ചുകൊണ്ട് വരുമെന്ന്. പിന്നെ ഇവിടുന്ന് ഒരാളിനെ കൊണ്ടുവരുന്നത് എന്തുവാ, അഖിൽ മരക്കാർ, പുള്ളിയെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നു. പുള്ളിയെ ഏതാണ്ടൊക്കെ പറയുന്നു പുള്ളിയുടെ പോസ്റ്റർ കീറാൻ മലപ്പുറത്തുനിന്ന് 2 പേര് ലോറി വന്നത്. സത്യം പറഞ്ഞാൽ ഇത് വല്ലതും പറഞ്ഞാൽ ഇവിടെ വല്ലതും വിൽക്കുമോ, വല്ലതും നടക്കുമോ? ചിരിച്ചങ്ങ് അവസാനിപ്പിക്കുക, അതാ നല്ലത്. ഇയാളെയൊക്കെ എന്തോ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ എവിടത്തെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുമായിരുന്നു, ആരായിരുന്നു ഈ PC ജോർജ്? ആകെ അയാളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടതോടുകൂടി തീർന്നില്ലേ പപ്പടപടപടപടം. ഇല്ലെങ്കിൽ എന്തായിരുന്നു? പിന്നെ സുഡാപ്പി കുഞ്ഞുങ്ങളുടെ ഒരു വലിയ ഹീറോ അല്ലായിരുന്നോ? പുള്ളിയുടെ പ്രാർത്ഥനയോടല്ലായിരുന്നോ അവരുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്? ഇപ്പോൾ പുള്ളിയാണ് ഈ അഭ്യാസവുമായി നിൽക്കുന്നത്. ഏതായാലും സംഗതി കൊള്ളാം, കലക്കുന്നുണ്ട്.